മുഖ്യമന്ത്രി 3 ഇൻഡിപെൻഡൻ്റായ വകുപ്പുകളും നിയന്ത്രിക്കുകയാണ്. പൊതുഭരണം, നിയമം, ധനകാര്യം. ഈ പോർട്ട് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ കീഴ്വഴക്കം അനുസരിച്ച് CMPക്ക് കിട്ടുമെന്നൊക്കെയാണ് പലരും പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി മുഖ്യമന്ത്രി തന്നെ തുറമുഖം കയ്യിലെടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു യാത്ര, ദുരൂഹമായ യാത്ര നടത്തുന്നു. അദ്ദേഹം പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ കാര്യം അന്വേഷിക്കേണ്ടതില്ല എന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് പോയ കാര്യമല്ലത്. ഒരു ചാർട്ടർ ചെയ്തു പോകുമ്പോൾ ആരുടെ ചെലവിലാണ് പോയത് എന്ന് വ്യക്തമാക്കേണ്ടത് വാക്കിന് പ്രാധാന്യമെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ തുറമുഖ വകുപ്പ് എന്ന് വെച്ചാൽ തുറമുഖ സെക്രട്ടറി രത്തൻ കേൽക്കറാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വഹിച്ച ആളാണ്. അവിടെ നിന്ന് നേരെ അസാധാരണമായിട്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി. അദ്ദേഹം പരിശോധിച്ചിട്ട് തുറമുഖ വകുപ്പ് മന്ത്രിക്ക് നൽകും. അത് ശ്രീ VD സതീശൻ തന്നെയാണ്. അവിടെ നിന്ന് തുറമുഖ വകുപ്പ് മന്ത്രി സാധാരണഗതിയിൽ മുഖ്യമന്ത്രിക്ക് നൽകും. മുഖ്യമന്ത്രി അത് പരിശോധിച്ചിട്ട് ധനപരമായിട്ടുള്ള എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിലേക്ക് നൽകും. അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സതീശൻ പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നൽകും. പിന്നെ പരിശോധിക്കേണ്ട നിയമപരമായിട്ട് ഇപ്പോൾ കരാറിന്റെ ഭാഗമാണ്. സ്വാഭാവികമായിട്ട് എല്ലാ കരാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാനമായിട്ടുള്ള അഡ്വൈസ് നൽകേണ്ടത് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം നിയമവകുപ്പാണ്. അപ്പോൾ അത് നിയമവകുപ്പ് മന്ത്രിയായിട്ടുള്ള VD സതീശന് നൽകും. അവിടെ നിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായ VD സതീശന് നൽകും. അത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് വേണമെങ്കിൽ മന്ത്രിസഭയുടെ മുൻപിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ അംഗീകാരം നൽകാം. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നു.